ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവചന ജപമാല അഥവാ വചനക്കൊന്ത എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ധ്യാനം തുടരുകയാണ്. മരിയൻ ധ്യാനം 90. ലുത്തിനിയായുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ തൊട്ട് നമ്മൾ ഓരോ ലുത്തിനിയയിലും ഓരോ വാഴ്ത്തുമൊഴി എടുത്തിട്ട് അതിന്റെ ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തോടെ നമ്മൾ ചരിത്രം അവസാനിപ്പിക്കാം. പൗരസ്ത്യ സഭയുടെ ഭാഗമായ കോൺസ്റ്റാന്റിനോപ്പിളില് കീർത്തിയാർജിച്ച ഒരു പാരമ്പര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഈ തെയോത്തോക്കസിന്റെ ലുത്തിനിയ, അത് വളരെ ബിബ്ലിക്കലായിട്ടുള്ള വചനത്തിൽ ആറാടി നിൽക്കുന്ന ലുത്തിനിയ എന്ന് ഞാൻ പറഞ്ഞു. ആ കീർത്തന പാരമ്പര്യം പതുക്കെ പതുക്കെ പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി. കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള പൗരസ്ത്യ പാരമ്പര്യം, അതായത് പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള ലുത്തിനിയ, ഇന്നലെ ഞാൻ പറഞ്ഞ ലുത്തിനിയ, ആ ലുത്തിനിയ പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി. ഈ കീർത്തനങ്ങളിൽ ചിലതെല്ലാം ക്രിസ്തുവർഷം 800 ലത്തീനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ക്രിസ്തുവർഷം 800 ഈ പൗരസ്ത്യ ദേശത്തുണ്ടായിരുന്ന വാഴ്ത്തുമൊഴികൾ അല്ലെങ്കിൽ കീർത്തനങ്ങള് ലത്തീനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. സാവകാശം അത് യൂറോപ്പിലാകെ പ്രചരിക്കാൻ തുടങ്ങി. എളിമയുടെ നാഥ, ആത്മാവിന്റെ ആലയം, വീണ്ടെടുപ്പന്റെ വാതിൽ, ശിഷ്യന്മാരുടെ രാജ്ഞി തുടങ്ങിയ മരിയ സ്തുതിപ്പുകളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. 1150, 1150, 1200 കാലയളവിൽ പാരീസിൽ ഇങ്ങനെ ഒരു ലുത്തിനിയ പ്രചരിച്ചു. പാരീസിൽ, ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ 16ാം ശതകത്തിന്റെ ആദ്യപാദം മുതൽ ഇറ്റലിയിലെ ലൊറേറ്റയിലെ ഒരു മരിയ ലുത്തിനിയ രൂപപ്പെട്ടു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച അക്കാത്തിസ്റ്റ് കീർത്തനം ഉണ്ടല്ലോ, അക്കാത്തിസ്റ്റ്, ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റ് നിന്ന് ചൊല്ലുന്ന അക്കാത്തിസ്റ്റ് കീർത്തനം, ആ കീർത്തനത്തിൽ നിന്നാണ് ഈ ലൊറേറ്റ ഇറ്റലിയിലെ സ്ഥലമാണ്, അവിടെ ഈ മരിയൻ ലുത്തിനിയ രൂപപ്പെടുത്തിയത്. ഈ അക്കാത്തിസ്റ്റ് പൗരസ്ത്യ ദേശത്തെ അക്കാത്തിസ്റ്റ് കീർത്തനത്തിൽ നിന്ന്. പിന്നെ ആദ്യത്തെ 6 നൂറ്റാണ്ടുകളിൽ സഭാപിതാക്കന്മാരുടെ രചനകളിൽ നിന്നും ചിലത് സ്വീകരിച്ചു. ആ ലൊറേറ്റയിലെ ലിത്തനി അറിയപ്പെടുന്നത് ലിത്താനിയെ ലൗറന്താനെ എന്നാണ്. ലൗറന്താനെയാണ് ഈ ലൊറേറ്റ എന്ന് പറയുന്നത്. ലൊറേറ്റയിലെ ലുത്തിനിയ എന്നറിയപ്പെടുന്നു. 1531 അത് അന്തിമ രൂപം പ്രാപിച്ചത്. ഈ ലൊറേറ്റ ലുത്തിനിയ 1531 പൗരസ്ത്യ സഭകളിലെ പല ധ്യാന ശ്ലോകങ്ങളും പാശ്ചാത്യ സഭയിൽ വാഴ്ത്തുമൊഴികളായിട്ട് രൂപാന്തരം പ്രാപിച്ചു. അത് ഈ പൗരസ്ത്യ സഭയിലെ കീർത്തനങ്ങളാണ്, മരിയ കീർത്തനങ്ങൾ. അത് മറിയത്തെ വാഴ്ത്തുന്ന മൊഴികളായിട്ട്, അതിൽ തെറ്റൊന്നുമില്ല, വാഴ്ത്തുമൊഴികളായിട്ടാണ് പാശ്ചാത്യ സഭയിൽ അത് രൂപാന്തരം പ്രാപിച്ചത്. 1558 ഈ ലുത്തിനിയ ഒരു നിശ്ചിത ക്ലിപ്ത രൂപം പ്രാപിച്ചു. 1558 തെയോത്തോക്കോസ് എന്ന നിലയിലും രക്ഷകൻ അമ്മ എന്ന നിലയിലും നമ്മുടെ രക്ഷാചരിത്രത്തിൽ മറിയത്തിന്റെ റോള് അനുസ്മരിക്കുക, തിരുവചനം ആവശ്യപ്പെടുന്നത് പോലെ സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക. ലൂക്കാസ് 1:49. അതായിരുന്നു ഈ ലുത്തിനിയയുടെ ലക്ഷ്യം. വളരെ ഉന്നതമായ ഉദാത്തമായ ലക്ഷ്യം തന്നെ. 1587 സിക്സ്റ്റ് സഞ്ചാമൻ മാർപ്പാപ്പ ഈ ലുത്തിനിയ ഔദ്യോഗികമായി അംഗീകരിച്ച് സഭയുടെ ഉപയോഗത്തിനായി നൽകി. അങ്ങനെ അന്ന് മുതലാണ് ഈ ലൊറേറ്റ ലുത്തിനിയ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അത് വീണ്ടും നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നീട് ഈ ലുത്തിനിയയില് 1557 ഫൈനലൈസ് ചെയ്ത ഈ ലുത്തിനിയയില് ചില മംഗളസ്തുതികള്, ചില വാഴ്ത്തുമൊഴികളൊക്കെ മാർപ്പാപ്പന്മാര് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാർപ്പാപ്പന്മാർക്ക് മാത്രമേ കൂട്ടിച്ചേർക്കാൻ അവകാശമുള്ളൂ ഈ ലുത്തിനിയയില്. ഇപ്പൊ നമ്മള് ഓരോ സ്ഥലത്ത്, പണ്ട് ഞാൻ പോട്ടയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ധ്യാനിപ്പിച്ചിരുന്നു. അപ്പൊ അവിടെ പോട്ട ആശ്രമത്തിന്റെ രാജ്ഞിയെ അവിടെ ചൊല്ലാറുണ്ട്. അവിടെയുള്ളവർക്ക് അത് ചൊല്ലാൻ സ്വകാര്യമായിട്ട് ചൊല്ലാൻ തെറ്റൊന്നും പറയില്ല, പക്ഷെ അത് ജപമാലയിൽ ചൊല്ലാനായിട്ട് പാടില്ല. അങ്ങനെ ഓരോ കോൺഗ്രിഗേഷനും ഓരോരുത്തരെ ഇങ്ങനെ ഇല്ലേ ചേർക്കുന്ന രീതി, അങ്ങനെ ഒരു രീതി പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാർപ്പാപ്പന്മാർക്ക് മാത്രമേ അത് ചേർക്കാനുള്ള അധികാരം കത്തോലിക്ക സഭയിലുള്ളൂ. ഇങ്ങനെ ഈ മംഗളസ്തുതികൾ അല്ലെങ്കിൽ വാഴ്ത്തുമൊഴികൾ ചേർത്തത്, മാർപ്പാപ്പന്മാർ ചേർത്തത് അങ്ങനെ 7 പ്രാവശ്യം ചേർക്കപ്പെട്ടിട്ടുണ്ട്. ജപമാല സഖ്യങ്ങളോ സംഘടനകളോ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലാനായി ജപമാല സഖ്യങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലാനായി 1675 കൂട്ടിച്ചേർത്ത വാഴ്ത്തുമൊഴിയാണ് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, 52ാമത്തെ വാഴ്ത്തുമൊഴി. അത് എല്ലാവർക്കും എല്ലാ ദിവസവും ചൊല്ലേണ്ടതല്ല. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്നുള്ളത് ജപമാല സഖ്യങ്ങളോ സംഘടനകളോ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലാനുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ നമ്മൾ തിരിച്ചെഴുതാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും എല്ലാതും ചൊല്ലുന്നത്. തിരുസഭയിൽ എല്ലാവരും ചൊല്ലേണ്ടതിനായി 1883 ലയോ 13 മാർപ്പാപ്പ ചേർത്തതാണ് അമലോത്ഭവിയായ രാജ്ഞി, 50ാമത്തെ വാഴ്ത്തുമൊഴി.
അമലോത്ഭവിയായ രാജ്ഞി. അത് തിരുസഭയിൽ എല്ലാവരും ചൊല്ലാൻ വേണ്ടി ലയോ 13 മാർപ്പാപ്പ ചേർത്തതാണ് 1883. ലയോ 13 മാർപ്പാപ്പ തന്നെ 1903 കൂട്ടിച്ചേർത്തതാണ് സതുപദേശത്തിന്റെ മാതാവ്. സതുപദേശത്തിന്റെ മാതാവ് അത് 15ാമത്തെ വാഴ്ത്തുമൊഴി. ബെനഡിക്ട് 15 മാർപ്പാപ്പ 1917 സമാധാനത്തിന്റെ രാജ്ഞി എന്ന വാഴ്ത്തുമൊഴി കൂട്ടിച്ചേർത്തു. 1917 ഒന്നാം ലോകമഹാ യുദ്ധം കഴിഞ്ഞ ആ സന്ദർഭം, ആ പശ്ചാത്തലം. അതാണ് 54ാമത്തെ വാഴ്ത്തുമൊഴി. അത് ബെനഡിക്ട് 15 മാർപ്പാപ്പ കൂട്ടിച്ചേർത്തതാണ്. പിയസ് 12 മാർപ്പാപ്പ 1950 51 വാഴ്ത്തുമൊഴിയായി കൂട്ടിച്ചേർത്തതാണ് സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞി. സ്വർഗ സംവഹനം ചെയ്ത, സ്വർഗാരോപിത എന്നുള്ളത് ഒരു തെറ്റായ തർജ്ജമയാണ്. ആരോപിക്കലല്ലോ, സ്വർഗം ആരോപിക്കലല്ലോ. സ്വർഗാരോപണം എന്ന വാക്കും തെറ്റാണ്, സ്വർഗാരോപിത എന്ന് പറയുന്നതും തെറ്റാണ്. സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞിന്നോ അല്ലെങ്കിൽ മോക്ഷക്കരത്വം ചെയ്ത രാജ്ഞിന്നോ വേണം. മോക്ഷത്തിലേക്ക് സംവഹിക്കപ്പെട്ടവളാണ് അവള്, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്, അല്ലാതെ ആരോപിക്കപ്പെടുകയല്ല. അങ്ങനെ സ്വർഗാരോപണം, സ്വർഗാരോപിത എന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വർഗ സംവഹനം ചെയ്ത രാജ്ഞി എന്ന് പറയാണ് നല്ലത്. അതാണ് 51 വാഴ്ത്തുമൊഴിയായി പിയൂസ് 12 മാർപ്പാപ്പ 1950 കൂട്ടിച്ചേർത്തത്. ജോൺ പോൾ 2 മാർപ്പാപ്പ 1980 5ാമത്തെ വാഴ്ത്തുമൊഴിയായി തിരുസഭയുടെ മാതാവ് എന്നത് കൂട്ടിച്ചേർത്തു. തിരുസഭയുടെ മാതാവ് 1980 ജോൺ പോൾ 2 മാർപ്പാപ്പ. ജോൺ പോൾ 2 മാർപ്പാപ്പ തന്നെ 1995 53 വാഴ്ത്തുമൊഴിയായി കുടുംബങ്ങളുടെ രാജ്ഞി എന്നത് കൂട്ടിച്ചേർത്തു. കുടുംബങ്ങളുടെ രാജ്ഞി. ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 കരുണയുടെ മാതാവ് 6ാമത്തെ വാഴ്ത്തുമൊഴി, പ്രത്യാശയുടെ മാതാവ് 8ാമത്തെ വാഴ്ത്തുമൊഴി, അഭയാർത്ഥികളുടെ ആശ്വാസം അല്ലെങ്കിൽ കുടിയേറ്റക്കാരുടെ ആശ്വാസം 39ാം വാഴ്ത്തുമൊഴി, അങ്ങനെ 3 കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് മാർപ്പാപ്പ 2020. അങ്ങനെയാണ് ഈ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ലുത്തിനിയയിലെ വാഴ്ത്തുമൊഴികളുടെ എണ്ണം മൊത്തം. സഭയുടെ ലിറ്റർജി വളരെ ലാഘവത്തോടെ കരുതുന്ന പലരും തങ്ങൾ തോന്നിയാസം അനുസരിച്ച് വാഴ്ത്തുമൊഴികൾ ചേർക്കുന്നുണ്ട്, കൂട്ടിച്ചേർക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ശരിയല്ല, അത് പാടില്ല. സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ആർക്കും ചെയ്യാം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. അതെല്ലാം ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ആരാണ് മാർപ്പാപ്പ? മാർപ്പാപ്പ ഞങ്ങൾ അനുസരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലമുറയിൽ ഇങ്ങനെയല്ല, എല്ലാ തോന്നിയാസങ്ങളും അനുവദിക്കും. അങ്ങനെയൊന്നും പാടില്ല. ഒരു ക്രമം, സഭയിലൊരു ക്രമമുണ്ട്. ഇതൊരു സ്വകാര്യ ഭക്തകൃത്യമാണെങ്കിൽ പോലും അതിനും അതിന്റേതായ ഒരു ഔന്നത്യമുണ്ട്. അതൊന്നും നശിപ്പിക്കാൻ പാടില്ല. ഓരോരുത്തരും തോന്നിയ പോലെ കൂട്ടിച്ചേർത്ത് അത് നശിപ്പിക്കാൻ പാടില്ല. ഈ തിരുവചന ജപമാല എന്ന് പറഞ്ഞ പുസ്തകം പറഞ്ഞല്ലോ, എന്റെ ഒരു പുസ്തകം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നമ്മുടെ ധ്യാനങ്ങൾ നടക്കുന്നത്. ആ പുസ്തകം നിങ്ങൾ ഈ ജപമാല സഖ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെ ഈ കുടുംബ പ്രാർത്ഥന കൂടാതെ മറ്റു കൊന്തയ്ക്ക് ഉണ്ടാകുമല്ലോ കുറച്ചുകൂടി ആഘോഷമായിട്ട്, അങ്ങനെയുള്ള കൊന്തയുണ്ടെങ്കിൽ തിരുവചന ജപമാല ചൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മാറിയത്തോട് സ്നേഹം കാണിക്കാൻ വേണ്ടി കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ തിരുവചന ജപമാല പുസ്തകം വാങ്ങിച്ച് കുറെ വിതരണം ചെയ്താൽ ഇത് ബിബ്ലിക്കൽ പ്രയറാണ് എന്ന് ബോധ്യപ്പെടുത്താനും മറിയത്തെ സംരക്ഷിക്കാനും, മറിയത്തിനെ ഒരുപാട് പേര് ആക്രമിക്കുന്നുണ്ട്, അതിനെതിരെയുള്ള ഏറ്റവും നല്ല ആയുധമാണ് ഈ തിരുവചന ജപമാല. അത് തീർത്തും ബിബ്ലിക്കലാണ് എന്ന് ബോധ്യപ്പെടുത്താവുന്ന നല്ല വ്യാഖ്യാനമാണ്. പിന്നെ ഓരോ രഹസ്യത്തിനും 7 വീതം ധ്യാനങ്ങളുണ്ട്. 1 ദൈവത്തെക്കുറിച്ച്, 2 പുത്രൻ തമ്പുരാനെ കുറിച്ച്, 3 പരിശുദ്ധാത്മാവിനെ കുറിച്ച്, 4 സഭയെക്കുറിച്ച്, 4 മറിയത്തെക്കുറിച്ച്, 5 സഭയെക്കുറിച്ച്, പിന്നെ ആത്മീയതയെക്കുറിച്ച്, പിന്നെ അനുദിന ജീവിതത്തെക്കുറിച്ച്. ഓരോ രഹസ്യത്തിനും 7 വീതം. അങ്ങനെ 20 എണ്ണത്തിന് 140 ചെറിയ ധ്യാനങ്ങളുണ്ട്. എല്ലാ ധ്യാനങ്ങളും എല്ലാ ദിവസവും ചൊല്ലാനുള്ളതല്ല. നമുക്ക് ഏതാണോ ആ ദിവസത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അപ്പോഴും ഒരു ജപമാല ചൊല്ലുന്ന നേരം കൊണ്ട് തിരുവചന ജപമാല ചൊല്ലാം. മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. തിരുവചനം വായിക്കുന്നു, അതിന് ചെറിയൊരു ധ്യാനം, ബാക്കിയുള്ളതൊക്കെ മറ്റ് ജപമാല പോലെ തന്നെയാണ്. അപ്പൊ ഒട്ടും സമയവ്യത്യാസമില്ലാതെ ഈ തിരുവചന ജപമാല നമുക്ക് പ്രസിദ്ധപ്പെടുത്താം. ഈ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും ഈ തിരുവചന ജപമാല പരമാവധി ആളുകളിലേക്ക് എത്താൻ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കും. ഈ പ്രസംഗം കേൾക്കുന്ന ഒരാള് 2 പുസ്തകം വെച്ചിട്ട് വിതരണം ചെയ്താൽ അത്രയും പേർക്ക് എത്തി. അങ്ങനെ ഒരു ചെറിയൊരു പ്രായശ്ചിത്തം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ചെറിയ വാങ്ങിച്ചു കൊടുക്കണം, അതിന് പൈസ ചെലവാക്കണം. പക്ഷേ അതൊരു മറിയത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗമാണ്, മറിയത്തുള്ള സ്നേഹമായിട്ട് മാറും. അങ്ങനെ ഈ പുസ്തകത്തിനകത്ത് ചിരപരിചിതമായ പരമ്പരാഗത തർജ്ജമയാണ് ഞാൻ നിലനിർത്തിയിരിക്കുന്നത്. കാരണം പ്രാർത്ഥനയാണല്ലോ. അപ്പോ കുറച്ചുകൂടി നല്ല പരിഭാഷയാകാം, പക്ഷെ പരമ്പരാഗതമായുള്ള തർജ്ജമ തന്നെ ഞാൻ നിലനിർത്തിയിരിക്കുക. വാഴ്ത്തുമൊഴികളുടെ ധ്വനി സാന്ദ്രത ഗ്രഹിക്കാൻ വേണ്ടി അതൊരു ഇംഗ്ലീഷും ലത്തീനും കൊടുത്തിട്ടുണ്ട്.
അത് പഠിക്കുന്നവർക്കാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സമയത്തല്ല. ഈ ലുത്തിനിയയുടെ പഠനം നടക്കുന്ന എവിടെയാണോ അവിടെ ഞാൻ ലുത്തിനിയ പരമ്പരാഗത തർജ്ജമ നിലനിർത്തിയിരിക്കുന്നു. അതിന്റെ ധ്വനി സാന്ദ്രത മനസ്സിലാക്കാൻ ഇംഗ്ലീഷും പിന്നെ അതിന്റെ ഒറിജിനൽ രൂപം കണ്ടെത്താൻ ഗ്രീക്കും ലത്തീനും കൊടുത്തിട്ടുണ്ട്. ഈ വാഴ്ത്തുമൊഴികൾ ധ്യാന ശ്ലോകങ്ങളാണ്. അവയുടെ തിരുവചന ആധാരം, ഹ്രസ്വമായ വ്യാഖ്യാനം ഇതെല്ലാം ഞാൻ നൽകിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ നാളെ തൊട്ട് കടക്കാൻ പോകുന്നത്. ഈ ലൊറേറ്റായിലെ ലുത്തിനിയയിൽ ഉപയോഗിച്ചിരുന്ന ചിത്രങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരച്ചതാരെന്ന് അറിയാത്തത് കൊണ്ട് അത് അക്നോളജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് കൂട്ടിച്ചേർത്ത ഈ വാഴ്ത്തുമൊഴികൾക്ക് അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങൾക്ക് ചിത്രങ്ങൾ ഇല്ലതാനും. ലൊറേറ്റായില് അന്തിമ രൂപം നൽകിയ അന്നത്തെ ചിത്രങ്ങളെ അവൈലബിൾ ഉള്ളൂ. മറ്റത് ഞാൻ ചിത്രങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഏതാണ് പിന്നീട് കൂട്ടിച്ചേർത്ത വാഴ്ത്തുമൊഴികൾ എന്ന് തിരിച്ചറിയാനും ഈ ചിത്രങ്ങൾ സഹായിക്കും. ഓരോ ചിത്രങ്ങളുടെ മുകളിലും അതിന്റെ റൈറ്റിംഗ് ഒക്കെ ഉണ്ട്, ഈ ലത്തീൻ റൈറ്റിംഗ് ഒക്കെ. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ്. മറിയത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് ഈ തിരുവചന ജപമാല. അത് പരമാവധി ആളുകളിലേക്ക് എത്താൻ ഈ സെപ്റ്റംബർ 1 ഇപ്പൊ തുടങ്ങുകയാണ്. 8 നോമ്പ് തുടങ്ങുകയാണ്. ഈ 8 നോമ്പിൽ ഒരല്പം ഭക്ഷണമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നെങ്കിൽ അതിന്റെ പണം ഉപയോഗിച്ചിട്ട് ഈ തിരുവചന ജപമാല കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിച്ച് ഈ വിതരണം ചെയ്ത് ഒക്ടോബർ മാസം ജപമാല മാസം ആചരിക്കുന്ന പള്ളികളിൽ ഈ തിരുവചന ജപമാല ഉപയോഗിക്കാനായിട്ട് പ്രേരകമാകട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൊന്ത ഒരല്പം, അതായത് 30 മിനിറ്റ് എടുത്ത് കൊന്ത ചൊല്ലാനായിട്ട് നിങ്ങൾ വീടുകളിലേക്ക് സാധിക്കുമെങ്കിൽ അവിടെ തിരുവചന ജപമാല ഉപയോഗിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ പിതാവ് പോളി കണ്ണുകാടൻ പിതാവ് അതിന് ഇംപ്രിമാത്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ഒരു തിരുവചന പ്രാർത്ഥന പുസ്തകമാണ് തിരുവചന ജപമാല. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 35. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 2-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ യാഹ്വേ അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ സൃഷ്ടിച്ചു നൽകും. ദൈവമായ യാഹ്വേ കരയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തുകയും മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിൽ പറവകൾക്കും വന്യമൃഗങ്ങൾക്കും മനുഷ്യൻ പേരിട്ടു. എന്നാൽ തനിക്ക് ചേർന്ന പങ്കാളിയായ തുണയെ അവൻ കണ്ടില്ല. ഇത്രയും വചനങ്ങൾ നമുക്ക് ഇന്ന് കാണാം. അതിന്റെ വ്യാഖ്യാനം ഒന്ന് കേൾക്കാം. പുരുഷൻ തനിയെ ഇരിക്കുന്നത് നന്നല്ല. ദൈവം ഏകനാണ്. ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവത്തിൽ 3 ആളുകളുണ്ട്. പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം ഏകനാണ്. എങ്കിലും ഏകാന്തനല്ല. ഗോഡ് ഈസ് വൺ, ബട്ട് ഗോഡ് ഈസ് നോട്ട് എ സോളിറ്ററി. ഗോഡ് ഈസ് വൺ. ദൈവം ഒരുവനേ ഉള്ളൂ. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവത്തിൽ 3 ആളുകൾ ഉള്ളത് കൊണ്ട് ദൈവം ഏകാന്തനല്ല. ഗോഡ് ഈസ് വൺ, ബട്ട് ഹി ഈസ് നോട്ട് എ സോളിറ്ററി. ദൈവം ഏകനാണെങ്കിലും ഏകാന്തനല്ല. നിതാന്തമായ ബന്ധത്തിലിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആ നിതാന്തമായ ബന്ധത്തിലിരിക്കുന്ന ദൈവത്തെയാണ് ദൈവം 3 ആളുകൾ എന്ന് പറയുന്നത്. സത്തയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ സത്തയുടെ കണ്ണിലൂടെ സബ്സ്റ്റൻസ് ദൈവം ഒന്നാണ്. ബന്ധത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവം 3 ആളുകളാണ്. അപ്പോൾ നിതാന്തമായ അനുസ്യൂതമായ ബന്ധത്തിലിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെയാണ് 3 ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിതാന്തമായ ബന്ധത്തിലിരിക്കുന്ന ദൈവം മനുഷ്യൻ ബന്ധത്തിന്റെ തലത്തിലായിരിക്കണം, ഏകാന്തതയിൽ ആഴ്ന്നു പോകരുത് എന്ന് തീരുമാനിക്കുന്നു. അതിനുള്ള സംവിധാനം ഒരുക്കുന്നു. ഇതാണ് പുരുഷൻ തനിയെ ഇരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പുരുഷനുമായി സ്നേഹത്തിൽ ഒന്നാകുന്നതിനും ജീവൻ തന്നെ സ്വയം ദാനമായി പരസ്പരം നൽകുന്നതിനും, പുരുഷനുമായി സ്നേഹത്തിൽ ഒന്നാകുന്നതിനും ജീവൻ തന്നെ പ്രാണൻ തന്നെ സ്വയം ദാനമായി പരസ്പരം നൽകുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നതിനും സന്തോഷവും സങ്കടവും പങ്കുവെക്കുന്നതിനുമായി പുരുഷന് തുണയായി ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ പുരുഷനുമായി സ്നേഹത്തിൽ ഒന്നാകുക, ജീവൻ, പ്രാണൻ, സ്വത്വം, പേഴ്സണാലിറ്റി, ശരീരം തന്നെ സ്വയം ദാനമായി പരസ്പരം നൽകുക. പുരുഷൻ സ്ത്രീക്കും, സ്ത്രീ പുരുഷനും നൽകുക. അങ്ങനെ സന്തോഷവും സങ്കടവും പങ്കുവെക്കുക. അതിനാണ് പുരുഷന് തുണയായി പങ്കാളിയായി സ്ത്രീയെ നൽകാൻ ദൈവം തീരുമാനിക്കുന്നത്.
എന്നിട്ട് ദൈവം പറയാണ്, പുരുഷൻ തനിയായിരിക്കും നന്നല്ല, അവന് ചേർന്ന ഇണയെ നൽകും. അവന് ചേർന്ന ഇണ. മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നതെങ്കിലും 2:19 നമുക്ക് കാണാതെ, മറ്റു ജീവജാലം സൃഷ്ടിച്ചതിന് ശേഷമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നതെങ്കിലും പുരുഷന് ചേർന്ന ഇണയും തുണയും സ്ത്രീ മാത്രമാണ്. ഒരു മൃഗവും പുരുഷന് ചേർന്ന, സ്ത്രീക്ക് ചേർന്ന തുണയോ പങ്കാളിയോ അല്ല. മറ്റു മൃഗങ്ങളെയൊക്കെ ആദാമിന് മുമ്പിൽ ഇങ്ങനെ അണിനിരത്തുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും അവന് ചേർന്ന ഇണയായി അവൻ തെരഞ്ഞെടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയല്ല ഇത്. ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മറ്റു മൃഗങ്ങളൊക്കെ ആദാമിന്റെ മുമ്പിൽ ഇങ്ങനെ അണിനിരത്തുന്നത് അവയിൽ ഏതെങ്കിലും അവന് ചേർന്ന ഇണയാകുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല. പ്രത്യുത ചില കാര്യങ്ങളിൽ മൃഗങ്ങളുമായി മനുഷ്യന് സാമ്യമുണ്ടെങ്കിലും മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യനെന്നും മൃഗമായി മനുഷ്യൻ അധപതിക്കരുത് എന്നും പഠിപ്പിക്കാനാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഈ എന്തിനാണ് മറ്റു മൃഗങ്ങളെയൊക്കെ ഈ ആദാമിന് മുമ്പിൽ അണിനിരത്തുന്നത്? അവയിൽ ഏതെങ്കിലും അവന് ചേർന്ന ഇണയായി അവൻ തെരഞ്ഞെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാണോ? അല്ല, ഒരിക്കലും അല്ല. മറിച്ച് മൃഗങ്ങളുമായി മനുഷ്യൻ ചില സാമ്യങ്ങളുണ്ട്. പക്ഷെ മൃഗങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് മനുഷ്യൻ. അതുകൊണ്ട് മൃഗമായി മനുഷ്യൻ അധപതിക്കരുത്. വ്യത്യസ്തത ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാലും 3 കാര്യങ്ങളിലാണ്. അത് വിശേഷബുദ്ധി, സ്നേഹം, സ്വാതന്ത്ര്യം. ഈ 3 ഫാക്കൽറ്റികൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യവും സ്നേഹവും മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ 2 ഫാക്കൽറ്റികൾ എങ്ങനെയാണ് മനുഷ്യന് വന്നതെന്ന് പരിണാമ സിദ്ധാന്തനും വ്യാഖ്യാനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പരിണാമ സിദ്ധാന്തം ഇപ്പോഴും സിദ്ധാന്തമായി നിൽക്കുന്നത്, അത് സത്യമാകാത്തത്. അതൊരു തിയറിയാണ്, സത്യമായിട്ടില്ല. കാരണം എന്താ? ഈ സ്വാതന്ത്ര്യവും സ്നേഹവും മനുഷ്യനിലേക്ക് എവിടെ നിന്ന് വന്നുവെന്ന് ശാസ്ത്രത്തിന് വ്യാഖ്യാനിക്കുന്ന ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം എങ്ങനെ വന്നെന്നുള്ളത്. പക്ഷെ അത് ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ്, ദൈവത്തിന്റെ ലോഗോസ് നമ്മളുമായി പങ്കുവെച്ചത് കൊണ്ടാണ്. പക്ഷെ ശാസ്ത്രം അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം, സ്നേഹം, അതുപോലെ സൗന്ദര്യബോധം, ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ വന്നുവെന്ന്, എവിടെ നിന്ന് വന്നുവെന്ന് ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതും കണ്ടെത്താൻ കഴിയാത്തതും. അതുകൊണ്ട് മൃഗം പരിണമിച്ചതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ ഫിലോസഫിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് തെളിയിക്കപ്പെട്ട ഫിലോസഫിയോ ശരിയായ ഒരു ഫിലോസഫിയോ അല്ല. മനുഷ്യനെ മൃഗമായിട്ട് അധപതിപ്പിക്കുന്ന ഒരു ഫിലോസഫിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? മനുഷ്യനെ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമ്മളെ പുറകോട്ട് വലിക്കുന്ന, മൃഗമായിട്ട് അധപതിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മെ മുന്നോട്ട് വലിക്കുന്ന, മുമ്പോട്ട് നയിക്കുന്ന, കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തുന്ന ഒരു വിശ്വാസമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഈ ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മൃഗമായിട്ട് മനുഷ്യൻ അധപതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൃഗലോകത്തെ സകലതിനെയും മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇതൊന്നും നിനക്ക് ചേർന്ന ഇണയല്ല എന്ന് ദൈവം ബോധ്യപ്പെടുത്തുന്നത്. ഇതൊന്നും ഒരു മൃഗവും നിനക്ക് ചേർന്ന ഇണയല്ല. ചില സാമ്യങ്ങളൊക്കെ കാണും, അതുകൊണ്ട് പക്ഷേ അത് നിനക്ക് ചേർന്ന ഇണയാകില്ല. ഈ വേറൊരർത്ഥം കൂടിയുണ്ട് അതിന്. പട്ടി, പൂച്ച, പശു ഇങ്ങനെ എന്നിവയുടെ കൂടെ ഒക്കെ ചെലവിടാൻ മനുഷ്യർ സമയം കണ്ടെത്തുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പട്ടിയുടെയും പൂച്ചയുടെയും കൂടി ആളുകളുടെ സമയം മുഴുവൻ. അതേസമയം ഭർത്താവും ഭാര്യയും കൂടി സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. എന്നിട്ട് എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. ഒരുമിച്ച് സമയം ചെലവഴിച്ചാലാണ് പ്രശ്നമെന്ന് ചിലർ പറയണു. അല്ല, അങ്ങനെയല്ല. അപ്പോൾ പട്ടിയുടെ കൂടിയും പൂച്ചയുടെ കൂടിയൊക്കെ സമയം ചെലവഴിച്ചാൽ പട്ടി നന്ദി കാണിക്കും, പൂച്ച സ്നേഹം കാണിക്കുന്നൊക്കെ പറഞ്ഞ് അതൊന്നും സ്നേഹവും അല്ല, പിന്നെന്താണ്, കൂറൊന്നും അല്ല, അത് വിശ്വസ്തതൊന്നും അല്ല. അതെല്ലാം കണ്ടീഷനിങ് ആണ്. അപ്പൊ എന്ത് പറഞ്ഞാലും പട്ടി അനുസരിക്കും, ഭക്ഷണം കൊടുത്താൽ മതി. എന്ത് പറഞ്ഞാലും പൂച്ച അനുസരിക്കും, ഭക്ഷണം കൊടുത്താൽ മതി. അതുപോലെ പെണ്ണിനോട് പറ്റുമോ? ഭക്ഷണം കൊടുത്തിട്ട് നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശരിയാകുമോ? അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം എന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പട്ടിയെയും പൂച്ചയും പശുവിന്റെയും കൂടെ നടന്നാൽ പോരാ. നിനക്ക് ചേർന്ന പങ്കാളി പെണ്ണാണ്, പെണ്ണിന് ചേർന്ന പങ്കാളി പുരുഷനാണ്. ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ എല്ലാ മൃഗങ്ങളെയും മനുഷ്യന്റെ മുമ്പിൽ അണിനിരത്തുന്നത്. ഇപ്പൊ നമുക്കറിയാം എന്തുമാത്രം പ്രസക്തമാണ് ആ കാര്യമെന്ന്. പണ്ട് അത്ര പ്രസക്തമായിരുന്നില്ല. ഇപ്പൊ നമുക്കറിയാം പട്ടിയുടെ കൂടെയും പൂച്ചയുടെ കൂടെയാണ് ആളുകൾക്ക് മുഴുവൻ സമയം ചെലവഴിക്കാനായിട്ട് ഉള്ളൂ. ഈ പെറ്റ് എന്ന് പറയുന്ന മൃഗങ്ങളുടെ കൂടെ മനുഷ്യര് പരസ്പരം ഒരുമിച്ച് ഇരുന്ന് സമയം ചെലവഴിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അങ്ങനെ സ്നേഹിക്കാനും സമയം കണ്ടെത്തണം എന്നാണ് ഇതിലൂടെ പരോക്ഷമായി പഠിപ്പിക്കുന്നത്. പുരുഷന്റെ സാകല്യത്തിനാവശ്യമായ അവന്റെ ഹോൾനെസ്, സാകല്യം, സകലതും സാകല്യം, സകലതെന്ന് പറഞ്ഞ അർത്ഥം അറിയാം.
അതിന്റെ ഒരു അല്ലേ സാകല്യം എന്ന് പറഞ്ഞാൽ അതിന്റെ നാമരൂപം സാകല്യം. മനുഷ്യന്റെ സാകല്യത്തിന് ആവശ്യമായ അവന്റെ ഇന്റഗ്രിറ്റി, അവന്റെ ഹോൾനെസ്, എൻറ്റയറിറ്റി ആവശ്യമായ സ്നേഹവും സഹായവും സൗഹൃദവും നൽകാൻ ഒരു മൃഗത്തിനും കഴിയില്ല, ഭാര്യയ്ക്കേ കഴിയൂ. പുരുഷന്റെ സാകല്യത്തിന് ആവശ്യമായ അവന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ സ്നേഹവും സഹായവും സൗഹൃദവും നൽകാൻ മറ്റൊരു മൃഗത്തിനും കഴിയില്ല, സ്വന്തം ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ. മൃഗം പോലെ ജീവിക്കുന്ന പെണ്ണിനും കഴിയില്ല. അങ്ങനെ മൃഗം പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് സൗഹൃദം വരുമ്പോഴാണ് ഈ ചാറ്റുകളില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. രണ്ടുപേരും ചാറ്റ് ചെയ്യുക, ഒരാള് മാത്രം കുറ്റക്കാരനാകുക. നോക്കുക, എന്താ കാര്യം എന്നറിയോ? ആ പെണ്ണുങ്ങൾ മൃഗങ്ങളെ പോലെയാണ്. തീറ്റ കിട്ടിക്കൊണ്ടിരുന്നപ്പോ കുഴപ്പമില്ല, തീറ്റ നിന്ന് കഴിഞ്ഞപ്പോ പ്രശ്നമായി. അപ്പം ഈ എല്ലാ പെണ്ണുങ്ങളും എല്ലാവർക്കും ചേർന്നതല്ല. ഈ പറഞ്ഞ സ്നേഹം സഹായം സൗഹൃദം നൽകാൻ, ശരിയായിട്ടുള്ള നൽകാൻ സ്വന്തം ഭാര്യയ്ക്ക് മാത്രമേ കഴിയൂ, മറ്റൊരാൾക്കും കഴിയില്ല. വേശ്യപ്പെണ്ണുങ്ങൾക്കും കഴിയില്ല, ഇങ്ങനെ നേരം പോക്കിന് ബന്ധപ്പെടുന്ന ആളുകൾക്കും കഴിയില്ല. അങ്ങോട്ടും അങ്ങനെ തന്നെ, പുരുഷന് സ്ത്രീയോടാണെങ്കിലും സ്ത്രീക്ക് പുരുഷനോടായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചേർന്ന ഇണ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എറ്റ്സർ എന്നാണ്. എറ്റ്സർ, EZER, എറ്റ്സർ. അതിന് ശരിക്കർത്ഥം ദൈവിക തുണ എന്നാണ്. ദൈവിക തുണ, ദിവ്യമായ തുണ. പുരുഷനോടൊപ്പമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദേഹരൂപത്തിലുള്ള സാന്നിധ്യമാണ് സ്ത്രീ. ഇതൊരു 100 പ്രാവശ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. പുരുഷനോടൊപ്പമുള്ള ദൈവത്തിന്റെ ദേഹരൂപത്തിലുള്ള സാന്നിധ്യമാണ് സ്ത്രീ, അതായത് ഭാര്യ. പുരുഷനോടൊപ്പമുള്ള, ഭർത്താവിനോടൊപ്പമുള്ള ദൈവത്തിന്റെ ദേഹരൂപത്തിലുള്ള സാന്നിധ്യമാണ് ഭാര്യ, സ്ത്രീ. അതാണ് ചേർന്ന ഇണ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഗംഭീരമായ, അല്ലെങ്കിൽ എത്രയോ ഉദാത്തമായ ഒരു സങ്കല്പമാണ് ബൈബിള് സ്ത്രീയെക്കുറിച്ച് പുലർത്തുന്നത്. എന്നിട്ട് പറയണം, കരയിലെ ഇല്ലേ സകല മൃഗങ്ങളെയും കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. കര എന്ന് തന്നെ വയലെന്നും തുറസായ സ്ഥലം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. മനുഷ്യൻ വിളിച്ചത് അവർക്ക് പേരായി തീർന്നു. അതായത് മൃഗലോകത്തിന് മേൽ മനുഷ്യന് പരമാധികാരമുണ്ട്, ആധിപത്യമുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പേര് വിളിക്കാന്ന് പറഞ്ഞാൽ പരമാധികാരമുണ്ടെന്നാണ് അർത്ഥം, ആധിപത്യമുണ്ടെന്നാണ്. ഉൽപ്പത്തി 1:26 അങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ? 1:26-28 സകല ജീവജാലങ്ങളുടെ മേലും അധികാരമുള്ള ഭൂമിയിലെ ദൈവമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നിന് പേരിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ മേൽക്കോയ്മയുണ്ട്, അധികാരമുണ്ട്, അധികാരം സ്ഥാപിക്കണമെന്നാണ്. പശുക്കൾക്ക് മനുഷ്യന്റെ മേലല്ല, മനുഷ്യന് പശുവിന്റെ മേലാണ് അധികാരമെന്ന് നമ്മുടെ ഹിന്ദു സഹോദരന്മാരോട് പറയാൻ സമയമായിരിക്കുന്നു. പശുക്കൾക്ക് മനുഷ്യന്റെ മേലല്ല, മനുഷ്യന് പശുവിന്റെ മേലാണ് അധികാരമെന്ന് നമ്മുടെ ഹിന്ദു സഹോദരന്മാരോട് പറയണം. സർക്കാർ നിർദ്ദേശിക്കുന്ന ദേവന്മാരെ തിരസ്കരിക്കണം. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിനോട് പറയാനൊരു സംഗതിയുണ്ട്. തെരുവ് പട്ടികൾക്ക് മനുഷ്യന്റെ മേലല്ല, മനുഷ്യർക്ക് തെരുവ് പട്ടികളുടെ മേലാണ് അധികാരം. ഇത് സുപ്രീം കോടതിയോടും പറയണം, കേന്ദ്ര ഗവൺമെന്റിനോടും പറയണം. മൃഗങ്ങൾക്കൊക്കെ ജീവിക്കണം, സംശയമൊന്നുമില്ല. എന്നിട്ട് മനുഷ്യരെ കൊന്നിട്ട് അവർ ജീവിക്കാൻ അനുവദിക്കേണ്ട കാര്യമില്ല. മനുഷ്യർക്കും ജീവിക്കണം. കാട്ടാനകള്, വന്യമൃഗങ്ങള് ഇവരെല്ലാം താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നു. അവയ്ക്കെല്ലാം ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷെ മനുഷ്യരെ കൊന്നിട്ട് ജീവിക്കാൻ അവകാശമില്ല. മനുഷ്യരെ കൊല്ലുന്നതിന് തിരിച്ചു കൊല്ലാനുള്ള അവകാശം മനുഷ്യർക്ക് കൊടുക്കണം. ലോകത്ത് പല സർക്കാരുകൾ അങ്ങനെയാണ്. നമ്മുടെ കേരള സർക്കാർ മാത്രം അങ്ങനെ ചെയ്യേണ്ടിയിരിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിന് പഴി പറയേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരിലൊക്കെ സമ്മർദ്ദം ചെലുത്തണം. ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. കേന്ദ്ര സർക്കാരും ചെയ്യണം. ഒരു മന്ത്രി അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വനപാലകർക്ക് സകല അധികാരം കൊടുത്തിട്ട് അവരേക ഛത്രാധിപതിയാക്കിയിട്ട് മനുഷ്യരെ കൊന്നൊടുക്കാൻ ഇടയാക്കുക. എന്തുമാത്രം പേപ്പട്ടികളെ കടിച്ചിട്ടാണ് എന്തുമാത്രം പേരാണ് മരിച്ചത്? തെരുവ് പട്ടികൾ എത്ര പേരാണ് കൊന്നത്? എത്ര പേരാണ് ആന ചവിട്ടി കൊല്ലപ്പെട്ടത്? എത്ര പേരാണ് കടുവയുടെ ആക്രമണത്തിൽ, പുലിയുടെ ആക്രമണത്തിൽ? ഇതിനൊക്കെ ഒരു അന്തം വേണ്ടേ? അതിനൊക്കെ അതാണ് പറഞ്ഞത്. അപ്പൊ ഈ മൃഗസ്നേഹികളുടെ പുറകിൽ ആരാണ് കളിക്കുന്നത്? ഏതെല്ലാം ലോബികളാണുള്ളത്? ഇതൊക്കെ സർക്കാരിന് അറിയാം, നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു IAS ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ എന്തുമാത്രം പേപ്പട്ടി വിഷമാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. അപ്പൊ പേപ്പട്ടി കടിച്ചില്ലെങ്കിൽ അവരെ മരുന്ന് വിതരണം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഈ അഴിമതിക്കാരായ ലോബികളെ നിയന്ത്രിച്ച് തെരുവ് പട്ടികളൊക്കെ കൊല്ലാനുള്ള സംവിധാനം ഒരുക്കണം, അല്ലെങ്കിൽ തെരുവ് പട്ടികൾ ഇല്ലാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. മൃഗസ്നേഹികളുടെ പുറകിലുള്ള ലോബികൾ ആരാന്ന് കണ്ടെത്തണം. മനുഷ്യർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, മൃഗങ്ങൾക്കുണ്ട്. മനുഷ്യരെ കൊന്നിട്ട്
മൃഗങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. മൃഗലോകത്തിന്റെ മേലെ മനുഷ്യലോകത്തിന് പരമാധികാരമുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കണേ. അതാണ് ശരി. അതിന് വിപരീതം സർക്കാർ പഠിപ്പിച്ചാൽ ആ സർക്കാരുകൾ ശരിയല്ല. ഇത് സർക്കാരുകളോടും പറയണം. അത് സഭയുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ തെരുവ് പട്ടികളൊക്കെ കടിച്ചു കൊല്ലാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. നമ്മൾ സമരം ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കത്തില് ബൈബിൾ എത്ര കൃത്യമായിട്ടാണ് ഒരു ഹൈറാർക്കി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ ഹൈറാർക്കി പാലിച്ചാലാണ് പ്രപഞ്ചത്തിൽ സൗന്ദര്യമുണ്ടാകുക, ക്രമമുണ്ടാകുക, എല്ലാവരും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക. ഒരു കൂട്ടരുടെ മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ട് മൃഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. മൃഗങ്ങളുടെ അവകാശങ്ങളൊക്കെ ഉണ്ട്, അതിന് പരിധിയുണ്ട്. ആ പരിധികള് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് താഴെയാണ് അവരുടേത്. അത് അംഗീകരിക്കാൻ, ക്രമം അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇത് പരിണാമ സിദ്ധാന്തം അംഗീകരിക്കാൻ പോയാൽ നമുക്കിത് നടക്കില്ല. കാരണം എന്താണ്? പരിണാമ സിദ്ധാന്തം അനുസരിച്ച് നമ്മളും മൃഗം, അവരും മൃഗം. അപ്പോ കാട്ടിലെ കയ്യൂക്കളവൻ കാര്യക്കാരെന്ന കാട്ടിലെ നിയമമാകും. അത് പരിഷ്കൃത സമുദായത്തിന് കഴിയില്ല. മറിച്ച് നമ്മൾ ദൈവഛായയാണ്. അത് ബൈബിൾ പറയുന്നത് അംഗീകരിച്ചാൽ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം അംഗീകരിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ട ഒരു സമയമായിരിക്കുക. അപ്പൊ ബൈബിളിൽ നിന്ന് വഴിതെറ്റി പോകുമ്പോഴും വ്യതിചലിക്കുമ്പോഴാണ് മനുഷ്യ സമുദായം അധപതിക്കുന്നത് എന്ന് കൂടി തിരിച്ചറിയാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടേതായ തരത്തിൽ ചില വചനം പ്രാവർത്തികമാക്കാനുള്ള ചില ഉൾക്കാഴ്ചകൾ നിങ്ങൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പാമ്പ്ളാനി പിതാവിന്റെ നല്ല ഒരു ചുവടുവെപ്പ്. ഇന്നലെ 2025 ഓഗസ്റ്റ് 31 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചേർത്തല മുട്ടത്തിപ്പറമ്പ് സെന്റ് ആന്റണീസ് പള്ളിയുടെ കൂദാശകർമ്മം, സഭയുടെ കുർബാന, ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് പാമ്പ്ളാനി പിതാവ് നിർവഹിച്ചു. പാമ്പ്ളാനി പിതാവിന്റെ പക്ഷത്ത് നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പക്ഷത്ത് നിന്നും നല്ലൊരു ചുവടുവെപ്പാണ് ഇതെന്ന് നമുക്ക് പറയാം. പാമ്പ്ളാനി പിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനൊരു പള്ളിക്കൂദാശ ചെയ്യാനായിട്ട്, സഭയുടെ കുർബാന തന്നെ ചൊല്ലാനായിട്ട് മനസ്സ് കാണിച്ചതിനും ചങ്കൂറ്റം കാണിച്ചതിനും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പക്ഷത്തു നിന്നും അവരും ഇങ്ങനെ സഹകരിച്ചതിന് അവരോടും അഭിനന്ദനം അറിയിക്കുകയാണ്. മുമ്പ് ചില പള്ളികള് മെത്രാന്മാരില്ലാതെ കൂദാശ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. എനിക്ക് ഉറപ്പില്ല. ഇനി അതിപ്പം കുർബാനക്കല്ല്, ദപ്പ എന്ന് പറഞ്ഞ കുർബാനക്കല്ല് ആശീർവദിച്ച് കൊണ്ടുവന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സഭയുടെ രീതിയോട് ചേർന്ന് പോകുന്നതല്ല. ഏതായാലും അങ്ങനെയൊന്നും ഇവിടെ ചെയ്തില്ലല്ലോ. ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു പാമ്പ്ളാനി പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ, പ്രത്യേകിച്ച് ഈ പള്ളിയിലെ വികാരിയച്ഛനും ഇടവക്കാരുമെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു. ആ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു, ഞങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല, മെത്രാന്മാരോ കുർബാന ചൊല്ലാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നാൽ സഭയുടെ കുർബാന ചൊല്ലുന്നതിൽ നിന്ന് അവരെ തടയരുത് എന്ന് മുമ്പത്തെ ഒരു സർക്കുലറിൽ ഉണ്ടായിരുന്നല്ലോ. അത് നടപ്പായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല കാര്യം. ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ഏതാനും ചില കല്ലുകടികൾ ഈ പള്ളിക്കൂദാശ കർമ്മത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഈ ഏകീകൃത കുർബാന ചൊല്ലണമെങ്കിൽ അത് ഉച്ചകഴിഞ്ഞ് 3:30 പാടുള്ളൂ എന്ന മുന്നേറ്റക്കാരന്റെ ഒരു തീട്ടൂരമുണ്ടായിരുന്നു. ഒരു സർക്കുലർ പോലെ മുന്നേറ്റക്കാരന്റെ 3 മണിക്കല്ല 3:30, അല്ലാതെ മറ്റൊരു സമയത്തും ചൊല്ലാൻ പാടില്ല. പാമ്പ്ളാനി പിതാവും മേജർ ആർച്ച് ബിഷപ്പും സ്വന്തം ഒപ്പും സീലും ഒക്കെ വെച്ച് പുറത്തിറക്കിയ സമവായ മാർഗരേഖയിലെ സമയക്രമം രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലോ ഉച്ചകഴിഞ്ഞ് 3:30ക്കും 5:30ക്കും ഇടയിലോ എന്നാണ്. ഇത് ഞായറാഴ്ച കുർബാനയല്ലേ? അപ്പോൾ ഞങ്ങള് സർക്കുലർ സമവായ മാർഗരേഖയിൽ എഴുതിയതുപോലെ രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലുള്ള കുർബാന അതാണ് ഞാൻ ചൊല്ലുക എന്ന് പാമ്പ്ളാനി പിതാവ് ഒരു നിലപാട് എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ മുന്നേറ്റക്കാരന്റെ കക്ഷത്തിൽ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും അവരെ തല കൊണ്ടുവച്ച് പോയ പോലെയായി.
3:30ക്കും 5:30ക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാവിലെയും പറഞ്ഞിട്ടുണ്ട്, 5:30ക്കും 10:30ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞായറാഴ്ച കുർബാന ആയതുകൊണ്ട് ഈ രാവിലത്തെ ഒരു കുർബാന 10:30ക്കുള്ള കുർബാനയോ അതോടുകൂടി ഈ വെഞ്ചരിപ്പ് കർമ്മം ചെയ്യാനായിട്ട്, കൂദാശ കർമ്മം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമുണ്ടാക്കാൻ പാടില്ല. മേജർ ആർച്ച് ബിഷപ്പല്ലേ, അപ്പൊ അതിനകത്ത് എഴുതി നിങ്ങൾ സമ്മതിച്ച് അംഗീകരിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല. നീ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വരുന്നതും സഭയ്ക്ക് നല്ലതല്ല. അത് ഞങ്ങളുടെ വ്യക്തിപരമായ ഈഗോ ഒന്നും പ്രശ്നമല്ല എന്ന് പാമ്പ്ളാനി പിതാവോ തട്ടിൽ പിതാവോ ഈ മുന്നേറ്റക്കാരോട് പറഞ്ഞ് ഈ രാവിലത്തെ ഒരു കുർബാന 5:30ക്കും 10:30ക്കും ഇടയിലുള്ള ഒരു കുർബാനയിൽ ഈ കൂദാശകർമ്മം, പള്ളിയുടെ കൂദാശകർമ്മം ചെയ്തിരുന്നെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തയും ഈ മുന്നേറ്റക്കാരന്റെ കക്ഷത്തിലെ തല വെച്ചിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുമായിരുന്നു. ഇതിപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരി മെത്രാപ്പോലിത്തയുടെയും വില പിന്നെയും ഇടിയുന്നതിന് കാരണമായിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം പിന്നെയും താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ നിലവാരം താഴ്ന്നു പോകുന്നു എന്നൊരവസ്ഥയുണ്ട്. മുന്നേറ്റക്കാരൻ പറഞ്ഞ 3:30ക്ക് തന്നെയാണ് പാമ്പ്ളാനി പിതാവ് പോയിട്ട് കൂദാശകർമ്മം ചെയ്യുന്നത്, ഏകീകൃത കുർബാന ചൊല്ലിയത്. അപ്പോൾ അങ്ങോര് പറയുന്നത് പോലെ നടക്കൂ എന്നൊരവസ്ഥ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുന്നത് നല്ല ഒരു ശുഭലക്ഷണമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വൈദികര് അധികം പേരും വന്നില്ല, വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ആ വൈദികര് ചുരുക്കം പേര് എന്തുകൊണ്ടാണ് വളരെ കുറച്ച് പേര് വന്നുള്ളൂ എന്നുള്ളതിന് ഒരു വിശദീകരണം അവിടെ നൽകപ്പെടുകയുണ്ടായി. അതായത് ഇവിടെ ഏകീകൃത കുർബാന ചൊല്ലുന്നത് കൊണ്ടാണ്, ജനാഭിമുഖ കുർബാന അല്ലാത്തത് കൊണ്ടാണ് വൈദികർ വരാതിരുന്നതെന്ന്. അപ്പൊ ഒരു സംശയം, ഇവർ ഈ വൈദിക സമിതി, ആലോചന സമിതി ഒക്കെ കൂടിയിട്ട് ഒരു സമവായ മാർഗരേഖ ഉണ്ടാക്കിയല്ലോ. 5:30ക്കും 10:30ക്കും ഇടയിലും അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3:30ക്കും 5:30ക്കും ഇടയിലും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് ഇവർ സമ്മതിച്ചു. അതുള്ള സമവായ മാർഗരേഖ എന്ന് പറയണേ, സമവായ മാർഗരേഖ. അപ്പൊ ഇവർ സമ്മതിച്ചിട്ടാണ്. അങ്ങനെ സമ്മതിച്ചിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ കുർബാനയ്ക്ക് വന്നില്ല, ഏകീകൃത കുർബാനയ്ക്ക് വന്നില്ല? പകുതിയോളം പള്ളികളിൽ അവർ ഏകീകൃത കുർബാന 3:30ക്ക് ചൊല്ലുന്നുണ്ട്. അപ്പൊ ഇവിടെ മെത്രാപ്പോലിത്ത വന്ന് ചൊല്ലുമ്പോൾ അവർ വരേണ്ടതായിരുന്നില്ലേ? അപ്പൊ ഈ സമവായ മാർഗരേഖ എന്ന് പറയുന്നത് ഒരു കള്ളമല്ലേ? ഇവര് സമ്മതിച്ചു എന്ന് പറയുന്നത് ഒരു കള്ളമല്ലേ? രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലും വൈകിട്ട് 3:30ക്കും 5:30ക്കും ഇടയിലും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു പറയണു. 3:30ക്ക് പല പള്ളികളും ചൊല്ലുന്നുണ്ടെന്നും പറയണു. എങ്കിൽ അവരുടെ മെത്രാപ്പൊലിത്ത വന്ന് ചൊല്ലുന്ന കുർബാനയിൽ സംബന്ധിക്കാൻ ഈ വൈദികർ 3:30ക്കാണല്ലോ അത് വെച്ചിരിക്കുന്നത്. അത് സമവായ മാർഗരേഖയിലുള്ള സമയമാണ്. അപ്പൊ എന്തുകൊണ്ടത് പങ്കെടുത്തില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട്. പങ്കെടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചിട്ടാണ് ഈ സമവായ മാർഗരേഖ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നേനെ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്, താൽക്കാലികമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ മാർഗരേഖ എന്ന് ആണ് ഞങ്ങൾക്ക് ബോധ്യം വരുന്നത്. അതുപോലെ തന്നെ ഏകീകൃത കുർബാന ചൊല്ലിയാൽ അൽമായ മുന്നേറ്റക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതവിടെ വികാരിച്ചനോ മറ്റോ തോന്നുന്നു, അതൊക്കെ അവിടെ പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ 150 കുടുംബങ്ങൾ മാത്രമുള്ള ചെറിയൊരു പള്ളിയാണെന്നും പ്രശ്നമുണ്ടാക്കരുതെന്നും ഇടവക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ അൽമായ മുന്നേറ്റക്കാര് അക്രമം ഉണ്ടാക്കാതെ മാറി നിന്നത്രേ. അതാണ് അവിടെ പറഞ്ഞ കാര്യം ഞാൻ പറയണേ. അപ്പൊ എനിക്ക് വീണ്ടും ചോദ്യം, ഇതേ ചോദ്യം മുമ്പ് പറഞ്ഞ ചോദ്യം ഞാൻ ആവർത്തിക്കുക. ഈ അൽമായരുടെ പ്രതിനിധികളും ചേർന്ന് സമവായം ഉണ്ടാക്കി, അതായത് മാർഗരേഖ ഉണ്ടാക്കി എന്ന് പറയുന്നു. ഏകീകൃത കുർബാന ഇല്ലേ രാവിലെ 5:30ക്കും 10:30ക്കും ഇടയിലും വൈകിട്ട് 3:30ക്കും 5:30ക്കും ഇടയിലും ചൊല്ലാമെന്ന് ഈ സമവായ മാർഗരേഖയിൽ എഴുതിയത് അൽമായരുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സമ്മതിച്ചിട്ടാണെന്നും വത്തിക്കാന്റെ മുഴുവൻ സംവിധാനങ്ങളോടും അംഗീകാരം കിട്ടിയിട്ടാണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3:30ക്കുള്ള കുർബാനയ്ക്ക് അക്രമം ചെയ്യാനായിട്ട് അവർ വരുമെന്ന് പറയേണ്ട കാര്യം എന്തുണ്ട്, പ്രഖ്യാപിക്കേണ്ട കാര്യം എന്തുണ്ട്? അപ്പൊ വീണ്ടും ചോദ്യം ഇതാണ്, ഈ സമവായ മാർഗരേഖ ഒരു കള്ളത്തരമല്ലേ, ഒരു തട്ടുകൂട്ട് പരിപാടിയല്ലേ, എന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതല്ലേ? അല്ലാതെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് നുണയല്ലേ? അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടാക്കേണ്ട കാര്യം എന്തുണ്ട്? ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് സമവായ മാർഗരേഖയിൽ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, ചില പള്ളികളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയേണ്ട കാര്യം എന്തുണ്ടായിരുന്നു? അപ്പൊ ഈ സമവായ മാർഗരേഖയിൽ എന്തോ കള്ളത്തരമുണ്ട് എന്ന് തുടക്കം മുതൽ ഞാൻ പറയുന്നതാണ്, ഞാനത് ആവർത്തിക്കുന്നു. മറിച്ച് കള്ളത്തരമല്ല, അത് സത്യസന്ധമാണെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല, ഈ ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അൽമായ മുന്നേറ്റക്കാര്. അതുപോലെ വൈദികര് പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ
വികാരിച്ചനെ മറ്റോ പറഞ്ഞൊരു കാര്യമാണ്, വികാരിച്ചനെ ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് ഞാൻ, അതിൽ പിടിവാശിക്കാരനുമാണ് ഞാൻ, ഇടവക്കാർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഏകീകൃത കുർബാന സമ്മതിച്ചതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ജനാഭിമുഖ കുർബാനയെ ലിറ്റർജിക്കൽ വേരിയന്റായി പാമ്പ്ലാനി പിതാവ് അനുവദിച്ച് തരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ വിട്ടുവീഴ്ച, എന്റെ പിടിവാശിയിൽ ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതെന്ന് അവിടെ അച്ഛൻ പറയുണ്ടായി. ഈ പള്ളിയിലെ കൂദാശ കർമ്മത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് പാമ്പ്ലാനി പിതാവ് മരിക്കുന്നത് വരെ മനസ്സിൽ സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറയുണ്ടായി. അതായത് പാമ്പ്ലാനി പിതാവിന്റെ ജീവിതകാലത്ത് കിട്ടാൻ സാധ്യതയില്ല, മരിക്കുന്നത് വരെയും സൂക്ഷിച്ചു വെക്കണം. എന്താണ്? ജനാഭിമുഖ കുർബാനയെ ഒരു വേരിയന്റ് ആയിട്ട്, ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് നൽകണമെന്ന കാര്യം മരിക്കുന്നത് വരെ അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കണമെന്നും അദ്ദേഹം അവിടെ പറയേണ്ട, ആ വികാരിച്ചനെ തോന്നുന്നു അദ്ദേഹം പറയണ്ടായി. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഇതിനു വേണ്ടി ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ആ ജനാഭിമുഖ കുർബാന എന്ന കുരിശ് വഹിക്കാൻ വേണ്ടിയാണ് കരിയിൽ പിതാവ് നിയുക്തനായത്. അദ്ദേഹം ആ കുരിശ് വഹിക്കാനായിട്ട് തയ്യാറായി. പക്ഷേ കുരിശ് എടുക്കാൻ വന്നപ്പോഴാണ് ഇത് പൊങ്ങാത്ത കുരിശാണെന്ന് മനസ്സിലായത്. പൊക്കാൻ ശ്രമിച്ചു, റോമായിൽ വരെ പോയിട്ട് പൊക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെ കരിയിൽ പിതാവ് പുറത്തേക്ക് പോയി. ഈ പൊക്കാൻ പറ്റാത്ത പൊങ്ങാത്ത ഒരു കുരിശ് പാമ്പ്ലാനി പിതാവിന്റെ ഈ തോളിൽ വെച്ചു കൊടുത്താൽ ജനാഭിമുഖ കുർബാന വേരിയന്റ്, ലിറ്റർജിക്കൽ വേരിയന്റ് ആയിട്ട് കിട്ടണം എന്നുള്ള അങ്ങനെ ഒരു കുരിശ്, പൊക്കാൻ പറ്റാത്ത ഒരു കുരിശ് വെച്ചു കൊടുത്താൽ ഈ കരിയിൽ പിതാവിന്റെ അതേ വഴിയിലൂടെ പാമ്പ്ലാനി പിതാവിന് സഞ്ചരിക്കേണ്ടി വരും എന്നല്ലേ ആ വികാരിച്ചൻ പറഞ്ഞതിന്റെ അർത്ഥം? മരിക്കുന്നതുവരെയും ഇത് സൂക്ഷിക്കണം, മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ സൂചന അതല്ലേ? അതായത് ഈ ജനാഭിമുഖ കുർബാന വേരിയന്റാക്കാൻ ശ്രമിച്ച് ഈ മെത്രാൻ സ്ഥാനത്ത് പുറത്തു പോകുക, അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരിക എന്ന കുരിശ് വഹിച്ചോളൂ എന്നാണോ അദ്ദേഹം പറഞ്ഞത്? പരിശുദ്ധ പിതാവ് അന്തിമ തീർപ്പ് കൽപ്പിച്ചതാണെന്ന് ഇപ്പോഴത്തെ സിനഡിന് ശേഷമുള്ള സർക്കുലറിൽ എഴുതിയിട്ടുണ്ട്, മുൻപ് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് അന്തിമ തീർപ്പ് കൽപ്പിച്ചതാണ്. അപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപിൽ നടപ്പാക്കിയേ പറ്റൂ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഈ ലിറ്റർജിക്കൽ വേരിയന്റ് ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. മെത്രാന്മാരുടെ അവർക്ക് എന്തോ കലിപ്പുള്ളത് പോലെയാണ് എനിക്ക് തോന്നണേ. അവരുടെ കെണിയിൽ ചെന്ന് വീഴാതിരിക്കുന്നതാണ് പാമ്പ്ലാനി പിതാവ് എന്ന് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കല്ലുകടി ഈ പള്ളിക്കൂദാശ കർമ്മത്തിലുണ്ടായി. പാമ്പ്ലാനി പിതാവിന്റെ കൂടെ നിൽക്കുന്ന വൈദികരിൽ ഒരാള് കൂദാശ വിലക്കുള്ള വൈദികൻ. അദ്ദേഹത്തിന് കൂദാശ വിലക്കുള്ള കാര്യം പരസ്യമായിട്ടാണ് ഞങ്ങളെ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കൂദാശ വിലക്ക് നീക്കിയോ ഇല്ലയോ എന്ന കാര്യം ഇതുവരെ പരസ്യമായിട്ട് അറിയിച്ചിട്ടുമില്ല, ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അതൊക്കെ ഞങ്ങൾ സ്വകാര്യമായി നീക്കിയില്ലേ എന്ന് നിങ്ങൾ പറയരുത്. ഇത് നിങ്ങളുടെ വീട്ടുകാര്യമൊന്നുമല്ലല്ലോ, സ്വന്തം വീട്ടിലെ കാര്യമൊന്നുമല്ലല്ലോ, സഭയുടെ കാര്യമല്ലേ. സ്വകാര്യത്തിൽ ചെയ്യാനായിട്ട് പറ്റുമോ? അത് സഭയുടെ പ്രശ്നമല്ലേ, വിശ്വാസികളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ, ആത്മാക്കളുടെ രക്ഷയെ ബാധിക്കുന്ന പ്രശ്നമല്ലേ. അതുകൊണ്ടല്ലേ കൂദാശ വിലക്ക് സ്വകാര്യമായി നൽകാതെ പരസ്യമായി നൽകിയത്. അത് നീക്കിയെങ്കിൽ അതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് എങ്ങനെയാണ് നീക്കിയത്, അത് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ കൂദാശ വിലക്കുള്ള വൈദികനെ കൂടെ നിർത്തി പാമ്പ്ലാനി പിതാവ് പള്ളിക്കൂദാശ കർമ്മം ചെയ്തത് അത്ര ശരിയായില്ല എന്ന ഒരു സന്ദേശം, അത് വളരെ മോശം ഒരു സന്ദേശമാണ് ഈ ലോകത്തിന് കൊടുക്കുന്നത് എന്നതാണ് ഒരു കല്ലുകടിയായിട്ട് ഞാൻ കാണുന്നത്. അത് വളരെ ഗൗരവം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂദാശ വിലക്കുള്ള ഒരാളെ കൂദാശ വിലക്ക് നീക്കിയോ ഇല്ലെന്ന് അറിയിക്കാതെ മെത്രാന്റെ കൂടെ കുർബാന അർപ്പിക്കാനായിട്ട് നിർത്തുക എന്ന് പറയുന്നത് അത് ചെറിയൊരു പ്രശ്നമല്ല, ആത്മാക്കളുടെ രക്ഷയെ ബാധിക്കുന്ന വലിയ പ്രശ്നം തന്നെയാണ്. അത് ഗൗരവത്തോടെ പാമ്പ്ലാനി പിതാവ് കാണേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, താൻ തുള്ളാതിരിക്കി എന്ന് ചിലർ പറയുമായിരിക്കും. അധികാരവും ആധിപത്യവും പണവും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ്, കയ്യൂക്ക് ഞങ്ങളുടെ കയ്യിലാണ്, അതിനാൽ താൻ തുള്ളാതിരിക്കടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾ പറയുന്നതേ ഇവിടെ നടക്കൂ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടാകാം. പക്ഷെ ഞങ്ങൾ സത്യവിശ്വാസികള് ദൈവമായ കർത്താവിലും അവന്റെ വചനത്തിലും വിശ്വസിക്കുന്നു, അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നു. തിമോത്തിയോസ് എന്ന യുവാവായ മെത്രാനോട് പൗലോസ്ലീഹ പറഞ്ഞ, അല്ലെങ്കിൽ പൗലോസ്ലീഹ ആവശ്യപ്പെട്ട ഒരു വചനമാണ് ഞാനിപ്പോൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 തിമോത്തി 5:19-20. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള അന്യായം സ്വീകരിക്കരുത്. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അത് ശ്രേഷ്ഠന്മാരെ ഉദ്ദേശിക്കുന്നത് പ്രസ്ബിറ്ററോയ് എന്നാണ്, പുരോഹിതന്മാരെ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക.
ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള, ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ പുരോഹിതനെ അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രസ്ബിറ്ററോസ്, 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള അന്യായം സ്വീകരിക്കരുത്. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, അത് ശ്രേഷ്ഠന്മാരെ ഉദ്ദേശിക്കുന്നത്, പുരോഹിതന്മാരെ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കാനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. പാമ്പളാനി പിതാവിനോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. പാമ്പളാനി പിതാവിനെ കുറിച്ച്, പാമ്പളാനി പിതാവിന് എതിരെയും കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെതിരെ മേജർ ആർച്ച് ബിഷപ്പ് ചെയ്യേണ്ടതും ഈ പൗലോസിലേക്ക് പറഞ്ഞ കാര്യം തന്നെയാണ്, മെത്രാൻ സിനഡ് ചെയ്യേണ്ടതും അത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.